കേരളത്തിന് വികസനം ആവശ്യമുണ്ടോ? വേണമെന്നാണ് നമ്മൾ മലയാളികളൊക്കെ ആഗ്രഹിക്കുന്നത്. എന്നാൽ ചിലർക്ക് കേരളം മുന്നോട്ട് പോവരുത് എന്നാണ്. കേരളത്തിന് പുതിയ പദ്ധതികളുടെ ഒന്നും ആവശ്യമില്ലെന്ന് കേന്ദ്രം പറയുമ്പോൾ അങ്ങനെ ആവട്ടെ എന്നാണ് സതീശൻ സർക്കാരിന്റെ നിലപാട്. പ്രളയ സഹായം, കോച്ച് ഫാക്ടറി, എയിംസ്, അതിവേഗ റെയിൽപാത ഇതിന്റെ ഒന്നും ആവശ്യം കേരളത്തിനില്ല. അതാണ് കേന്ദ്രത്തിന്റെ നിലപാട്. കേന്ദ്രത്തിന് മുന്നിൽ അടിയറവ് പറയില്ലെന്ന് മുന്നേ നമ്മൾ തീരുമാനിച്ചത് കൊണ്ടാണ് അങ്ങനെ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നത്. പക്ഷേ ഇപ്പോൾ അതല്ല സ്ഥിതി. ഇപ്പോഴത്തെ കേരള സർക്കാർ എന്ത് ചെയ്യുന്നു? കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ടോ? പ്രധാനമന്ത്രിയെയോ കേന്ദ്രമന്ത്രിമാരെയോ കാണുന്നുണ്ടോ? ഒന്നുമില്ല. ഇതിലൊക്കെ കേരള സർക്കാരിന് സമ്മതമാണ്. വികസനം വേണ്ടേ? എന്നാ വേണ്ട. പ്രളയ സഹായം നൽകിയില്ലേ? ഓക്കെ, അതും വേണ്ട. ഇതാണ് ആറ്റിറ്റ്യൂഡ്. ഒന്നുമില്ല, പൊക്കോ എന്ന് പറയുമ്പോൾ ശരി സാർ, വളരെ നല്ല തീരുമാനം സാർ. കഞ്ചിക്കോട് റെയിൽവേ കോച്ച് ഫാക്ടറിയുടെ കാര്യം എടുക്കാം. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പദ്ധതിക്ക് തറക്കല്ലിട്ടു. കേരളം ആവശ്യമായ ഭൂമി ഏറ്റെടുത്ത് നൽകുകയും ചെയ്തു. ആയിരക്കണക്കിന് തൊഴിലവസരങ്ങളും വ്യവസായ വികസനവും പ്രതീക്ഷിച്ച് ജനങ്ങൾ കാത്തിരുന്നു. ഒടുവിൽ കേന്ദ്രം പറഞ്ഞു, ഇപ്പോൾ പുതിയ ഫാക്ടറിയുടെ ആവശ്യമില്ല. ആദ്യം പദ്ധതിയുമായി കേന്ദ്രത്തെ സമീപിച്ച സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. എന്നിട്ടാണ് കേരളത്തെ ഇപ്പോൾ തഴഞ്ഞത്. പക്ഷെ കുഴപ്പമില്ല, ഇപ്പോഴത്തെ മുഖ്യമന്ത്രിക്ക് അതൊക്കെ ഓക്കെയാണ്. കോച്ച് ഫാക്ടറിയെ കുറിച്ച് ചോദിച്ചപ്പോൾ വി.ഡി. സതീശന്റെ മറുപടി അതൊക്കെ 2022 തന്നെ ഉപേക്ഷിച്ച പദ്ധതിയല്ലേ എന്നാണ്. അതായത് പിണറായി സർക്കാരിന്റെ കാലത്ത്. മനസ്സിലായല്ലോ അല്ലേ? തലയിലിട്ട് തലയൂരാൻ മിടുക്കരാണല്ലോ. പിന്നെ കേന്ദ്രം ഉപേക്ഷിച്ചാലും അതിനെതിരെ ചോദ്യം ചോദിക്കേണ്ടത് കേരള സർക്കാരാണ്. അന്നത്തെ സർക്കാർ അത് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ കേന്ദ്രത്തിന്റെ മറുപടി മുഖ്യമന്ത്രി ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. കേന്ദ്രത്തിന്റെ തീരുമാനത്തിനുള്ള മൗനസമ്മതം. കേരളത്തിന്റെ ആവശ്യങ്ങൾ കേന്ദ്രം തള്ളുന്നു, പദ്ധതികളൊക്കെ വെട്ടുന്നു, കേരളത്തിന് അർഹമായ പരിഗണന നിഷേധിക്കുന്നു. വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിലും ഇത് തന്നെയാണ് അവസ്ഥ. കേരളത്തെ പിന്നോട്ട് നടത്താനാണ് കേന്ദ്രത്തിന്റെ നീക്കം. വിദ്യാഭ്യാസത്തിനായി കേരളത്തിന് ലഭിക്കേണ്ട 1066 കോടി കേന്ദ്രം കുടിശ്ശികയാക്കിയിട്ടും അതൊന്നും ചോദ്യം ചെയ്യാതെ ഞങ്ങൾ മോദിയുമായി യുദ്ധത്തിനില്ല എന്നും പറഞ്ഞ് PMCക്ക് മുന്നിൽ തലകുനിക്കുകയാണ് കേരള സർക്കാർ. നേരത്തെ കേന്ദ്രം മാത്രമായിരുന്നെങ്കിൽ ഇപ്പോൾ കേരളവും ഒപ്പം നിന്ന് നമ്മുടെ നാടിനെ പിന്നോട്ട് നടത്തുകയാണ്. UDF സർക്കാരിന് കേന്ദ്രത്തോട് ചോദിക്കാൻ ഒരു ചോദ്യമില്ല, പ്രതിഷേധമില്ല, സമരവുമില്ല. കാരണം BJPക്കെതിരെ ശബ്ദിക്കില്ലെന്ന് നേരത്തെ തന്നെ തീരുമാനിച്ചവർക്ക് കേരളത്തിന്റെ അവകാശം ചോദിക്കാൻ ബുദ്ധിമുട്ട് കാണുമല്ലോ. PMC, കരിമണൽ ഖനനം, മിഷൻ സമുദ്ര, പ്ലീഡർ നിയമനം, ഓരോ വിഷയത്തിലും BJP-UDF ധാരണയുടെ സൂചനകൾ പുറത്തു വരുമ്പോൾ കേന്ദ്രത്തിന് കേരളത്തെ അവഗണിക്കുക കൂടുതൽ എളുപ്പമാവുകയാണ്. കാരണം എതിർക്കാൻ ഇപ്പോൾ ഇവിടെ ഒരു സർക്കാരില്ല, ചോദ്യം ചോദിക്കാൻ ഒരു മുഖ്യമന്ത്രിയുമില്ല, കേന്ദ്രത്തിന്റെ തീരുമാനങ്ങൾക്ക് തലകുലുക്കാൻ മാത്രമായി ഒരു ഭരണകൂടം. LDF ഭരണകാലത്ത് കേരളത്തിന്റെ റെയിൽവേ വികസനത്തിനായി നിരന്തരമായി കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തിയിരുന്നു. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഡൽഹിയിലെത്തി പ്രധാനമന്ത്രിയെയും കേന്ദ്രമന്ത്രിമാരെയും കണ്ടു. കേരളത്തിലും ഡൽഹിയിലും സമരം നടത്തി. അതിവേഗപാത, ശബരിപാത, 3ഉം 4ഉം പാതകൾ, പുതിയ ട്രെയിനുകൾ, കോച്ച് ഫാക്ടറി തുടങ്ങിയ ആവശ്യങ്ങൾക്കായി മുഖ്യമന്ത്രി 25 തവണയിലേറെ കേന്ദ്രത്തിന് കത്ത് നൽകി. ആ സമ്മർദ്ദത്തിന്റെ ഒക്കെ ഫലമായാണ് വന്ദേ ഭാരത് കേരളത്തിലേക്കും എത്തിയത്. ഇപ്പോൾ പക്ഷേ സ്ഥിതി മാറി. എല്ലാത്തിനോടും കേന്ദ്രം ഇല്ല എന്ന് പറയുന്നു. കേരള സർക്കാർ ശരിയെന്ന് തലകുലുക്കുന്നു.